സാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇപ്പോൾ കേരളം മൊത്തത്തിൽ ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ചെയ്ത് നിൽക്കുക, രാഷ്ട്രീയത്തിന് അതീതമായി. എന്തുകൊണ്ട് BJP ഒരു സ്റ്റെപ്പല്ല, എത്രയെങ്കിലും സ്റ്റെപ്പ് പിറകിലാണ്? BJP നേതാക്കളുടെ കമന്റുകൾ പോലും അധികം വരുന്നില്ല. അപ്പൊ ഇതിനകത്ത് BJP എന്ത് രാഷ്ട്രീയമാണ് ഇതുവരെ കളിക്കുന്നത്? ഇനി അങ്ങോട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? എന്താണ് സാർ തോന്നുന്നത്? അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പം അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ആദ്യം പ്രവർത്തിച്ചത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറാണ്. അതെ, ആ രാജീവ് ചന്ദ്രശേഖർ വളരെ ശക്തമായ രൂപത്തിൽ തിരുവനന്തപുരത്ത് ഒരു ജാതി അടക്കം നയിക്കുകയൊക്കെ ഉണ്ടായി. പിന്നീട് അത് എങ്ങനെയാണ് അത് താഴേക്ക് മിണ്ടാതിരുന്നത്? ഇതിനകത്ത് കഴിഞ്ഞ തവണ ശബരിമല പ്രശ്നം വരുന്ന യുവതികളെ ശബരിമലയിൽ കയറ്റാനുള്ള പ്രശ്നം വന്നപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത നേതാവും കേരളത്തിൽ ഹീറോ ആയിട്ടുള്ള ഒരു നേതാവുണ്ട്, അത് സുരേന്ദ്രനാണ്. ശബരിമലയിൽ പോയി അവിടെ പോയിട്ട് പോലും പ്രശ്നം ഉണ്ടാക്കി, പോലീസിനോട് ഏറ്റുമുട്ടി, തലയിലുണ്ടായിരുന്ന ഇരുമടിക്കെട്ട് താഴെ എറിഞ്ഞ് അങ്ങനെയൊക്കെ വലിയ കോലാഹലം ഉണ്ടാക്കിയ ആളാണ്. ആ സുരേന്ദ്രൻ മിണ്ടുന്നില്ല, മാത്രമല്ല മുരളീധരൻ മിണ്ടുന്നില്ല, മാത്രമല്ല BJP അടുത്തിട്ട് വരെ നിർജ്ജീവമാണ് ഈ കാര്യത്തിൽ. എന്നാൽ UDF ആവട്ടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരാണ് പോറ്റിയെ KTA സ്വർണം ചമ്പായി മാറിയില്ലേ എന്നൊക്കെ പാട്ടൊക്കെ ഹിറ്റാക്കി മാറ്റി കേരളം മുഴുവൻ അവർ കൊണ്ടുപോയി. UDF കഴിഞ്ഞ തവണ ഇത്തവണത്തെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷനിൽ ഇത്രയും വിജയം നേടിയതിന്റെ പ്രധാന രഹസ്യം ആ പാട്ടായിരുന്നു. അതിലൂടെ ഉണ്ടായുള്ള ഒരു ട്രെൻഡ് ജനങ്ങളിലേക്ക് ഇറങ്ങുകയും അത് വൻ വിജയമായി മാറി. ഈ സന്ദർഭത്തിൽ ശബരിമല ഇഷ്യൂ ഏറ്റവും പൊക്കി കേരളത്തിൽ അമിത്ഷാ അടക്കം വന്ന് യുവതീ പ്രവേശനത്തിനെതിരെ സമരം നടത്തിയ BJP എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് പഠിക്കേണ്ട വിഷയമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചത്. ഈ പഠിച്ചപ്പോഴാണ് BJPയുടെ പ്രമുഖനായ ഒരു നേതാവ് ഇതിലെ പ്രതിയായി വരാൻ പോകുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നത്. അതാരാണെന്നല്ലേ? അതായത് മുമ്പ് പാലായിൽ BJP നേതാവ് അവിടെ മത്സരിച്ച ഒരാള്, അതേപോലെ കോട്ടയത്ത് പ്രസിഡന്റായ ആള്, ഇപ്പം കോട്ടയം, ആലപ്പുഴ, അതേപോലെ പത്തനംതിട്ട ജില്ലകളുടെ മേഖലാ പ്രസിഡന്റാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വില്ലനായി വരുന്നത്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയുള്ള തട്ടിപ്പുകളുമായിട്ടുള്ള ഈ സ്വർണ്ണക്കളകർക്ക്, ഈ സ്വർണ്ണ തട്ടിപ്പുമായിട്ടും അല്ലാതെയും പല അമ്പലങ്ങളിൽ നിന്നും ആ വിഗ്രഹങ്ങളടക്കം മോഷണം കൊണ്ടുപോകുന്നതിന്റെയും താഴേക്കുടങ്ങൾ അടിച്ചു മാറ്റി ഇറീഡിയം പവറുള്ള മെറ്റീരിയൽ ആക്കുന്നതും പഞ്ചലോക വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നതിനൊക്കെ ഒരു മെയിൻ കണ്ണി ഇദ്ദേഹം മാത്രമല്ല, ജയറാം കൂടിയാണ്. ജയറാം ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നേതാവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടതുള്ളതായി കാണാൻ പറ്റും. വേറൊരു കാര്യം, ജയറാം പറഞ്ഞ എന്താ, എനിക്ക് അവിടെ വീട്ടിൽ കൊണ്ടുവന്ന ബന്ധം മാത്രമാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പള്ളിക്കത്തോട് അതായത് കോട്ടയത്തുള്ള പള്ളിക്കത്തോട് ഏലംപള്ളി ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളില് ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്നതിന് കാരണം ഈ പറയുന്ന BJP നേതാവാണ്, ജയറാമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അഭേദ്യ ബന്ധമായിട്ട് ജയറാമിന് ബന്ധമുണ്ട്. കൃത്യമായി ഈ കാര്യം നമ്മുടെ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 31-ാം തീയതി കേരള കൗമുദി പത്രത്തിന്റെ ഓൺലൈനിൽ ഇത് കൃത്യമായി വാർത്ത വന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടന്നതുള്ളൂ. ജയറാം അവിടുത്തെ MLA ആയിരുന്ന ചീഫ് വിപ്പായ ജയരാജൻ, അതായത് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലാണ് ഇതുള്ളത്, ഈ ശ്രീ ധർമ്മശാസ്ത്ര. അപ്പോ പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഈ സ്ഥലത്ത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുവരികയും തേക്ക് കൊണ്ടുള്ള ഒരു 2 പാളികൾ ഉണ്ടാക്കി കൊടുത്തു. ഇത് ഭദ്രമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാതിൽപ്പാളി ഉണ്ടാക്കി കൊടുത്തു. അതിന് അവിടെ ബാക്കിയുള്ള VK വാസുദേവൻ, അജി കുമാർ എന്ന് പറയുന്ന 2 പേരാണ്. ഇത് വേറൊരു രഹസ്യം, ഈ 18-ാം പടിയിലെ 2 മണികൾ കൊടുത്തിട്ടുള്ളത് ഈ പള്ളി ഇവിടെ നിന്നാണ്. പള്ളിക്കത്തോട് ഏലംപള്ളി ധർമ്മശാസ്ത്ര ടെമ്പിൾ വഴിയാണ് 2 മണികൾ കൊടുത്തിട്ടുള്ളത്. എവിടേക്ക്? ശബരിമലയില് 18-ാം പടിയില് 2017. അപ്പൊ ഈ പള്ളിക്കത്തോടും ശബരിമലയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഇത് പള്ളിക്കത്തോട് ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിള് ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ്. ശബരിമലയിൽ കീഴിലുള്ള അമ്പലമാണ്. അപ്പോ ഈ പറയുന്ന ഈ BJP നേതാവും ജയറാമും ഇതില് ഈ കാര്യത്തിലെല്ലാം BJP നേതാവ് എന്ന് ഞാൻ ഇപ്പം വെളിപ്പെടുത്തുന്നു. നമുക്ക് അടുത്ത ഇന്റർവ്യൂല് ആ പേരും കാര്യങ്ങളും കൃത്യമായി വെളിപ്പെടുത്താം. ഇനി വേറൊരു കാര്യം, ഈ വേറൊരു BJP നേതാവ് മുതവടി ശ്രീകുമാരമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ, ചെങ്ങന്നൂരിലെ ക്ഷേത്രത്തിന്റെ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു.
അങ്ങേര് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അവിടുത്തെ താഴിക്കുടങ്ങൾ അടിച്ചു മാറ്റുന്നത്, ഇറിഡിയം പവർ എന്നുള്ളത്. അതിനകത്ത് 11 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവർ കൊടുത്ത മൊഴി പ്രകാരം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ് ഇതിലെ യഥാർത്ഥ പ്രതി എന്നാണ് പറഞ്ഞത്. ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇതിൽ കോടിക്കണക്കിന് പേര് ഇടപാടുണ്ടായ, താഴിക്കുളം ഇറിഡിയം പവറിലെ മെറ്റീരിയൽ വിറ്റതിന്റെ പേരിൽ കോടിക്കണക്കിന് ഇടപാടുണ്ടായി. ആ സംഭവത്തിൽ സജി ചെറിയാനുമായിട്ട് ധാരണ ഉണ്ടാകുകയും സജി ചെറിയാൻ അദ്ദേഹത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തമ്മിൽ സജി ചെറിയാനും ഇയാളും കൊണ്ട് നമ്മളെ ബന്ധമുണ്ടായി. കഴിഞ്ഞ തവണ സജി ചെറിയാൻ ജയിപ്പിക്കാനും അതേപോലെ ശോഭാ സുരേന്ദ്രനെ അവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് സജി ചെറിയാൻ വഴി വലിയൊരു പ്ലാൻ അവിടെ നടന്നു എന്നുള്ളതാണ് വളരെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നേതാവ് വഴിയാണ് ഈ സംഭവം മുന്നോട്ട് പോയാൽ BJP നേതാവ് കുടുങ്ങും എന്ന് കൃത്യമായി അറിയുന്ന നേതൃത്വം ഈ സമരത്തിൽ നിന്ന് നിർജ്ജീവമാക്കി വെച്ചിരിക്കുകയാണ്. ശബരിമല എന്ന് പറഞ്ഞാൽ ഉറഞ്ഞു തുള്ളിയിരുന്ന BJP, RSS, ഹിന്ദു സംഘടനകള് ഇപ്രാവശ്യം വല്ല സമരം നടത്തിയത് കണ്ടിട്ടുണ്ടോ? ഇപ്രാവശ്യത്തിന്റെ പ്രത്യേകം എന്താ അറിയോ? നരേന്ദ്രമോദി അവിടെ ഇരുന്നിട്ട് ED കൊണ്ടും അതേപോലെ NIA കൊണ്ടും അതേപോലെ CBI കൊണ്ടും അതുപോലുള്ള ഇതിനെ കൊണ്ട് അന്വേഷിക്കുന്ന മാതിരി അല്ല അവിടെ. ഇത് പിണറായി അല്ല അന്വേഷിക്കുന്നത്, ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേരള പോലീസിലെ മിടുക്കന്മാരായ ശശിധരൻ പോലെയുള്ള SP-മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണമാണ്. ശശിയും പിണറായി വിജയനും ഇവരെ വിളിച്ചിട്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഹൈക്കോടതി വാണിംഗ് കൊടുത്തോട് കൂടിയിട്ട് ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ ശക്തമായ നീക്കം നടത്തിയതോട് കൂടിയിട്ട് ഒരു ദേവസ്വം ബോർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, വിജയകുമാറിനെ. 2 ശങ്കർദാസനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ശങ്കർദാസ് ഒരു DIGയുടെ ഫാദറാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 2019 കാലത്ത് പത്മകുമാർ ഉള്ള സമയത്ത്, പ്രസിഡന്റ് ആയ സമയത്ത് പിന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരെ ഇവരാണ് ഈ പറയുന്ന കാര്യങ്ങൾ അന്നത്തെ കമ്മീഷണർ കൊടുക്കുകയും ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത്. അപ്പൊ ആ ഇതിലൊക്കെ തന്നെ ഇപ്പൊ നമ്മള് കടകംപള്ളിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. കടകംപള്ളിയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ വാസവനാണ്. വാസവന് മുമ്പാണ് ഈ ജയറാമിനെയും അതേപോലെ ഇവരെയും ചോദ്യം ചെയ്യാണ്. ജയറാം എന്താ പറഞ്ഞത്? വാതിൽപ്പാളി തന്നെ വീട്ടിൽ കൊണ്ടുവച്ചു പൂജ ചെയ്ത് പോയി. ഞാനൊരു വലിയ വിശ്വാസിയാണ്. പക്ഷെ അതിന് മുമ്പേ യാതൊരു ബന്ധം എനിക്കില്ല ഈ പോറ്റിയായിരുന്നാണ്. ഒരു സംശയം ഇതിൽ ചോദിക്കാനുള്ളത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ പോറ്റി താൻ ഒരു നാൾ പിടിക്കപ്പെട്ടാൽ ഈ വലിയ ആൾക്കാരൊക്കെ കൂടെ പിടിക്കപ്പെടണമെന്ന് കരുതി തന്നെ ആയിരിക്കും ഈ ഉന്നത ബന്ധങ്ങളിലേക്കൊക്കെ പോയത്. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ ശബരിമലയിൽ ഏതെങ്കിലും കൊമ്പത്തെ ആളാ എന്നുള്ള രൂപത്തിൽ എല്ലാവർക്കും ഒരു അവിടുത്തെ ശാന്തി എല്ലാവർക്കും ഒരു പ്രാർത്ഥനയുടെ കാലുവിട്ട് നമസ്കരിക്കുന്ന ഒരു രീതിയാണല്ലോ. ഇയാള് അവിടെ ശബരിമലയിലെ ഇടനിലക്കാരനും തട്ടിപ്പുകാരനും ശബരിമലയെ ഒന്നടക്കം വിറ്റ് കാശാക്കാൻ കഴിവുള്ള ആളാണെന്നുള്ളത്. അല്ല, അയാൾ ഈ എല്ലാവരെയും പരിചയപ്പെട്ടിരിക്കുന്നത് തന്നിലേക്ക് അന്വേഷണം വന്നാൽ ഇവരിലേക്കും വരും എന്ന് തന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ റെക്കോർഡ് ഇതൊക്കെ തെളിയല്ലോ. ഫോട്ടോ ഉണ്ടാക്കിയത് അതിനുവേണ്ടി തന്നെ ആയിരിക്കാം. അല്ല, ഈ SI ഈ ഉണ്ണീഷൻ പോറ്റിയുടെ മൊബൈൽ ഫോൺ റെക്കോർഡ് പരിശോധിച്ചാൽ ഈ BJP പ്രസിഡന്റുമായിട്ടുള്ള BJP നേതാവുമായിട്ടുള്ള ബന്ധം വരും, ജയറാമുമായുള്ള ബന്ധം പുറത്തു വരും. മാത്രമല്ല സ്വർണ്ണപ്പാൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? സർ, ED അന്വേഷണത്തിന് വന്നാൽ ഈ BJP നേതാവിനെ പിടിക്കാതെ പോകില്ല. തീർച്ചയായും പണ ഇടപാട് നടന്നു എന്നുള്ളത് കൃത്യമാണല്ലോ. അദ്ദേഹം 5 പൈസ കീഴില്ലാത്ത സ്ഥലത്ത് നിന്ന് എങ്ങനെ കോടീശ്വരനായി ഈ BJP നേതാവ്? ഈ ആലപ്പുഴയിലെ BJP നേതാവ് എങ്ങനെ കോടികളുടെ ഇടപാടുകളിലേക്ക് പോയി? അപ്പൊ ഇത് രണ്ടും ആലപ്പുഴയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും BJP പ്രാവശ്യം തകർന്ന്. ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ചതോടുകൂടി ആലപ്പുഴ ഒന്ന് പിടിച്ചു വന്നു. പത്തനംതിട്ട അവരുടെ സെന്റർ ചെയ്യുന്നില്ലേ? സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലമല്ലേ? എന്തുകൊണ്ട് അവിടെ കംപ്ലീറ്റ് തകർന്നു ധരിപ്പണം പോയി? അപ്പൊ ഇപ്പോഴും അവരുടെ മൗനം വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ വല്ലാതെ ബാധിക്കില്ലേ? അല്ല, ഈ പ്രശ്നം വലുതായി കഴിഞ്ഞാൽ BJPക്ക് വലിയ തിരിച്ചടി. പക്ഷെ ഇദ്ദേഹത്തിനെ പിടിച്ചാലേ വലുതാവുള്ളൂ, അല്ലാതെ തന്നെ ജനം എന്തുകൊണ്ട് ഇവരെ ഇടപെടുന്നില്ല എന്നൊരു സ്വയം ചോദ്യം എല്ലാം. ഞാൻ ചോദിക്കുന്നത് ശബരിമല അവരുടെ പാർട്ടിക്കാരുടെ തന്നെ അല്ല, ശബരിമല മറ്റേ ഇതുണ്ടായപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശം ഉണ്ടായപ്പോൾ കേരളം മുഴുവൻ ഇളക്കിമറിച്ച് സമരം നടത്തി. എത്ര ആളുകൾ സമരം വരിച്ച് ജയിലിൽ പോയി, എത്ര പേര് കേസിൽ കുടുങ്ങി. അവരൊക്കെ തന്നെ ഇപ്പൊ ബുദ്ധിമുട്ടാണ്. സാർ, ഇതിലൊന്ന് എനിക്ക് ഇന്നലെ കിട്ടിയൊരു അറിവാണ്. ഈ RSS, അത് നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എനിക്ക് ഇന്നലെ അറിയാൻ പറ്റി. ഈ RSS ഒരു ഘട്ടത്തിൽ ഈ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലിച്ചിരുന്നവർ ആദ്യഘട്ടത്തിൽ അവിടെ നിന്നാണ് BJP എന്നെ എതിർത്തത്. പക്ഷെ എന്നിട്ടും ആ എതിർപ്പ് അത്ര കണ്ടങ്ങ് പോയില്ല. അവർ വിചാരിച്ച രീതിയിൽ അവർക്കത് ഇതാക്കാൻ പറ്റിയില്ല. അതിനടുത്ത് വന്ന ലോക്സഭാ ഇലക്ഷനിൽ UDF കംപ്ലീറ്റ് തൂത്തുവാരിയല്ലോ. അതെ സാർ, ഇപ്പൊ അവർ വിചാരിക്കുന്നത് അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. BJPക്ക് നമ്മളെ
ഇവിടുത്തെ മാതിരി അയോധ്യ മാതിരി ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയായിരുന്നു ശബരിമല ഇഷ്യൂ അവർ കൊണ്ടുവന്നത്. പക്ഷേ അവസാനം അവർ പെട്ടെന്ന് നിർത്തിയതിന് കാരണം, അതായത് ഈ BJPയുടെ ഈ സമുന്നതനായ നേതാവ് അദ്ദേഹം വി മുരളീധരന്റെ ആളാണ്, കെ സുരേന്ദ്രന്റെ ആളാണ്. അപ്പം ഇവര് ഇദ്ദേഹം അവിടെ ശബരിമലയായിട്ടുള്ള എല്ലാ ഇടപാടിലും വലിയ ബന്ധമാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടും പത്മകുമാറായിട്ടും എന്തിനാ പത്മകുമാറോടെ പങ്കെടുത്തിട്ടുണ്ട്. പള്ളിക്കത്തോട് വേളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് 2019 ഈ സ്വർണ്ണപാളി അടങ്ങിയ മെറ്റീരിയലുകളെ കൊണ്ടുവന്ന സമയത്ത് ഇതിനകത്ത് പത്മകുമാർ പങ്കെടുത്തിട്ടുണ്ട്, അവിടുത്തെ MLA പങ്കെടുത്തിട്ടുണ്ട്, പ്ലസ് ജയറാം എങ്ങനെ വന്നോടെ പള്ളിക്കത്തോടില്. അടുത്തത് ജയറാം മാത്രമല്ല, ഈ പറയുന്ന BJP നേതാവും പങ്കെടുത്തിട്ടുണ്ട്. ഈ BJP നേതാവിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉണ്ണീഷൻ പോറ്റിയും ഈ ഇടപാടുമായിട്ട് ഈ നേതാവിന് പങ്കുണ്ട്. ഇതിപ്പോ SITയുടെ അന്വേഷണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കേരള കൗമുദി വാർത്ത, അതായത് 2025 ഒക്ടോബർ 4 കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിനെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഗോൾഡ് പ്ലേറ്റഡ് ഡോർ ടേക്കൺ ഇൻ പ്രൊസഷൻ ടു ശബരിമല ഷ്രൈൻ ഫ്രം ഏലംപള്ളി ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ്. കോട്ടയത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്. 2019 ശബരിമല ഗോൾഡ് പ്ലേറ്റഡ് ഡോർ പ്രൊസഷൻ സ്റ്റാർട്ടഡ് ഫ്രം ദ ഏലംപള്ളി Sri Dharmashastra Temple in Pallikatod with a great celebration. The event was attended by Government Chief Whip Dr. N. Jayaraj, who was also the MLA of the place, actor Jairam, and then Travancore Devasam Board President A. Patmakumar. The teak wood for the door was also brought from Elambally. The ceremony was conducted with the permission of the Devasam Board, said Unnikrishnan Nair, President of the Elambally Sri Dharmashastra Temple Advisory Committee. അതില് വേറെ കാര്യങ്ങൾ പറയുന്നത്, 2 bells weighing 120 kilogram on both sides of the 18ാം പടി were 18 divine steps were sponsored by 2 people from Pallikatod in 2017 എന്ന് കൃത്യമായി പറയുന്നുണ്ട്. The relationship is what brought the temple advisory committee closer to Unnikrishnan Potti. മനസ്സിലായി? With the intervention of Pallikatod natives Ajit Kumar and CK Vasudev, and the wood for the door was also taken from the temple premises. ഇതിനിപ്പം ആരോപണം വന്ന ശേഷം will cooperate with the investigation എന്ന് ആരാ പറയുന്നത്? അവിടുത്തെ ഇതിന്റെ പ്രസിഡന്റ് അവർ ഉണ്ണീഷൻ നായരാണ് പറയുന്നത്. അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ട് ഏലംപള്ളി ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ. അത് ഞാൻ പറയുന്ന കാര്യം കൂടി നമുക്ക് കൊടുക്കാം. The ceremonies were organized in the hope that the temple would gain fame. Written permission was obtained from the Devasam Board. It is not known whether Unnikrishnan Potti collected money for this. The expenses, including the puja, notices and ceremony, were borne by the advisory committee. No money was taken from anyone. The Elambally temple has close links to Sabarimala. The controversy saddens us. Ayyappan will bring the truth to light. We will fully cooperate with the investigation. Police NIT ഇതിലേക്ക് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഉണ്ണികൃഷ്ണൻ നായർ എന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ഏലംപള്ളി ഈ പള്ളിക്കത്തോടുള്ള ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളില് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുവന്നത് ദുരൂഹമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ട്. ഇതിന്റെ പേരിൽ വലിയ എന്ത് കിട്ടും, വലിയ പുണ്യം കിട്ടും മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, കോടികൾ ഉണ്ടാക്കി. അപ്പൊ ഇതൊരു വലിയ സംഭവമായി മാറ്റി വിശ്വാസികൾ അതിന്റെ പേരിൽ കോടികൾ കൊടുത്തു എന്ന് പറയുന്ന സംഭവമൊക്കെയാണ് അവിടെ ഉള്ളത്. എന്തായാലും ഇതിന്റെ അന്വേഷണത്തിൽ അവസാനം എത്തിപ്പെടുന്നത് BJPയുടെ നേതാവാണ്. അദ്ദേഹം ഒറ്റ കാരണം കൊണ്ടാണ് ഈ ശബരിമല ഈ ഇഷ്യൂവിൽ BJP സൈലന്റ് ആയിരിക്കുന്നത്. കാരണം BJP മുന്നോട്ട് പോയുമ്പോൾ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മിണ്ടാൻ പറ്റാത്ത അവസരം BJPക്ക് എന്നുള്ളതാണ് സത്യം.